തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് മിക്ക സർക്കാർ ആശുപത്രികൾക്കും ഫയർ NOC ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആശുപത്രിക്കുള്ളിലേക്ക് ഫയർഫോഴ്സ് വാഹനമെത്താൻ സൗകര്യമില്ലെന്നും ഫയർ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഫയർ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി, തൈക്കാട്, കണ്ണാശുപത്രി എന്നിവ അനുമതി വാങ്ങാതെ നിർമ്മിച്ചതിനാൽ NOC ഇതുവരെ ലഭിച്ചിട്ടില്ല. റിനു ശ്രീധരൻ നൽകും വിശദാംശങ്ങൾ. റിനു, ഓരോന്നായി ഒന്ന് പരിശോധിക്കാൻ ഇറങ്ങിയാൽ പിഴവുകൾ ഓരോന്നായി പുറത്തു വരും അല്ലേ? കാര്യക്ഷമമല്ലാതെ അനധികൃതമായൊക്കെ പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ എണ്ണം എടുക്കാൻ നിന്നാൽ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് തിരിച്ചറിയുകയാണല്ലേ? എന്താണ് തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ സംഭവിക്കുന്നത്? ഫയർ NOC ഇല്ലാതെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? തീർച്ചയായും അതൊരു ചെറിയ കാര്യമല്ല റോഷിനി. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയാണ്. ഈ ജനറൽ ആശുപത്രി ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രി, അതുപോലെ തന്നെ തൈക്കാട് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിൽ ഈ ഫയർ NOC ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ വർഷം നടത്തിയ ഫയർ ഓഡിറ്റിംഗിലും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് കാരണമായി ഇവർ പറയുന്നത് 2019 ഈ അമെൻമെന്റ് ചെയ്തുകൊണ്ട് ഈ കെട്ടിട നിയമം വന്നത് എന്നുള്ളതാണ്. അതിന് മുമ്പ് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണിത കെട്ടിടങ്ങളാണ് ഈ ആശുപത്രി ചിലത്. ഈ കെട്ടിടങ്ങൾക്കാണ് ഫയർ NOC ഇല്ല എന്നുള്ളത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിയുടെ ഈ കാണുന്ന കെട്ടിടം, നമുക്കറിയാം ഈ പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളായി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ജനറൽ ആശുപത്രിയിലെ ഈ കെട്ടിടം. ഇത് പണ്ട് രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഈ കെട്ടിടത്തിന് ഫയർ NOC ഇല്ല എന്നുള്ളതാണ്. വിവിധ OP-കൾ ഉൾപ്പെടെ, മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഒപ്പം ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഫയർ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിലടക്കം വിവിധ കെട്ടിടങ്ങൾക്ക് ഫയർ NOC ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും സർക്കാർ എടുത്തില്ല. സർക്കാരിന് അത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത്തരം കെട്ടിടങ്ങളിൽ റീൽ ഹോസോ, അതുപോലെ തന്നെ ടെറസ് ടാങ്കോ, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ സിസ്റ്റമോ, അതുപോലെ തന്നെ യാർഡ് ഹൈഡ്രന്റോ, അതുപോലെ തന്നെ സ്പ്രിംഗ്ലറോ ഇതൊന്നും തന്നെ നിർമ്മിക്കുവാൻ വേണ്ടി ഇനി കഴിയില്ല. അതുകൊണ്ട് ഇത് സജ്ജീകരിക്കണമെങ്കിൽ ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റണം, അതിനുശേഷം പുതിയത് പണിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരത്തെ കണ്ണാശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ തൈക്കാട് അമ്മയും കുഞ്ഞിന്റെയും ആശുപത്രിയിലും പുതിയ കെട്ടിടങ്ങൾ പണിതതിനും NOC ഇല്ല എന്നുള്ളതാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഡിറ്റിംഗിൽ NOC നൽകിയിട്ടില്ല. കാരണം അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫയർ ഓഫീസർമാരിൽ നിന്ന്, നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം. ഇത് വലിയ രീതിയിൽ ചട്ടലംഘനം നടത്തിയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും എന്നുള്ളതും വിവരമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഈ NOC നൽകാൻ വേണ്ടി കഴിയാത്തത് എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ എത്ര വലിയ വാർത്ത തന്നെയാണ് റിനു. ഇത് ചെറിയൊരു വിഷയമായി കാണാനേ പറ്റില്ലല്ലോ. പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, പുതുതായി പ്രവർത്തിക്കുന്ന ആശുപത്രികൾക്ക് പോലും NOC ഇല്ലെന്ന് പറയുമ്പോൾ ഇത് ആരാണ് അപ്പൊ കണ്ണും പൂട്ടി ഈ അനുമതികളൊക്കെ കൊടുക്കുന്നത്? തീർച്ചയായും, അതായത് ഈ ഞാൻ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിക്ക് ഉൾവശത്തായി നമുക്ക് അവിടേക്ക് പ്രവേശനം അനുമതിയില്ല. അവിടെ ഏറ്റവും പുതുതായി, അതായത് പഴയ കെട്ടിടമായിരുന്നു, അതിനെ പുതുക്കി പണിതാണ്. പുതുക്കി പണിത് പുതിയ കെട്ടിടമാക്കി മാറ്റി. അവിടെ ഫയർഫോഴ്സിന്റെ NOC ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് 3 OP-കൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം സർക്കാർ പേവാർഡും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഫയർ നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് അനുമതി കൊടുത്തില്ല. കാരണം ചട്ടവിരുദ്ധമായാണ് ആ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് അതിൽ ഈ ഫയർ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെയാണ് കണ്ണാശുപത്രിയിലും. തൊട്ടപ്പുറത്ത് ഈ അമ്മയും കുഞ്ഞിന്റെയും ആശുപത്രി, തൈക്കാട് ആശുപത്രിയിലും പുതിയ കെട്ടിടമുണ്ട്. ഈ 3 ആശുപത്രികളിലും ഈ കെട്ടിടങ്ങളിൽ ഇപ്പോൾ രോഗികൾ വരുന്നുണ്ട്, ആശുപത്രിയായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണം. കാരണം രോഗികളുടെ ജീവൻ, കോഴിക്കോട് നമ്മൾ കണ്ടതാണ്, നിരപരാധികളായിട്ടുള്ള ജീവനുകൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. ഇത്തരത്തിൽ ഈ കെട്ടിടങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ലെങ്കിൽ, ഫയർഫോഴ്സിന്റെ NOC ഇല്ലെങ്കിൽ അപകട സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഈ കെട്ടിടം ഞാൻ നേരത്തെ കാണിച്ച, എനിക്ക് തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈ കെട്ടിടം പഴയ കെട്ടിടമാണ്, തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന്റെ അകത്ത് വാതിലുകളും ജനലുകളും എല്ലാം തന്നെ വലിയ കാലപ്പഴക്കമുള്ള തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആളിക്കത്താൻ വലിയ പ്രയാസമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ
ഇടപെടൽ ഈ അധികൃതർ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഏകദേശം 1000-ലധികം രോഗികൾ ദിവസവും ചികിത്സ തേടുന്ന ആ ഒരു ആശുപത്രി കൂടിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി. ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ഒരു ആശുപത്രികളിലൊന്ന്. ഇവിടെയും വിവിധ കെട്ടിടങ്ങൾക്ക് NOC ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ 100 വർഷങ്ങൾക്ക് മുമ്പേ രാജഭരണകാലത്ത് ഉൾപ്പെടെ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് എന്നുള്ളതാണ് ഇതിന് കാരണമായി അവർ പറയുന്നത്. ഈ കാരണങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർക്ക് എല്ലാ വർഷവും ഈ ഫയർഫോഴ്സിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും യാതൊരുവിധ നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റിനു, ഏറെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്. അതായത് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ ഇല്ലാതെയൊക്കെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫയർ NOC ഇല്ല എന്ന് പറയുന്നു. ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്താനില്ല എന്ന് പറയുന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, ഇതൊക്കെ തീപിടുത്തം ഉണ്ടാവുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. സാധാരണക്കാരായ രോഗികളായ മനുഷ്യർ കയറി ചെല്ലുമ്പോൾ അവരുടെ ജീവന് എന്തു വിലയാണുള്ളത്? ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കണോ എപ്പോഴും ഇങ്ങനെ പരിശോധനകൾ നടത്താൻ എന്നുള്ളതാണ് വിഷയം. ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വീഴ്ചയുണ്ടായതുകൊണ്ട്, ഒരു സംഭവം നടന്നതുകൊണ്ട് അവിടെ വലിയ പരിശോധനകൾ നടക്കുന്നു, അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നു. മറ്റ് ജില്ലകളിലെ കാര്യങ്ങളിലേക്ക് വന്നാലോ ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.